സംഖ്യാപുസ്തകം അദ്ധ്യായം 34. യഹോവ പിന്നെയും മോശെയോട് അരുളിച്ചെയ്തത്, യിസ്രായേൽ മക്കളോട് നീ കല്പിക്കേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ കനാൻദേശത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി നൽകുവാനിരിക്കുന്ന ദേശത്തിന്റെ അതിരുകൾ ഇങ്ങനെ ആയിരിക്കണം. തെക്കെ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി ഏദോമിന്റെ വശത്തുകൂടിയായിരിക്കണം. നിങ്ങളുടെ തെക്കെ അതിർത്തി കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റം തുടങ്ങി ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിര് അക്രബ്ബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബർന്നേയുടെ തെക്ക് അവസാനിക്കണം. അവിടെനിന്ന് ഹസർ അദ്ദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം. പിന്നെ അസ്മോൻ തുടങ്ങി ഈജിപ്റ്റ് നദിയിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിൽ അവസാനിക്കണം. പടിഞ്ഞാറ് മഹാസമുദ്രം അതിരായിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറെ അതിര്. വടക്ക് മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം വരെയും അവിടെനിന്ന് ഹമാത്ത് വരെയും നിങ്ങളുടെ അതിരായിരിക്കണം. സെദാദിൽ ആ അതിര് അവസാനിക്കണം. പിന്നെ അതിര് സിഫ്രോൻ വരെ ചെന്ന് ഹസർ ഏനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കെ അതിര്. കിഴക്ക് ഹസർ ഏനാൻ തുടങ്ങി ശെഫാം വരെ നിങ്ങളുടെ അതിരാക്കണം. ശെഫാം തുടങ്ങി ആ അതിര് അയീന്റെ കിഴക്ക് ഭാഗത്ത് റിബ്ല വരെ ഇറങ്ങിച്ചെന്ന് കിന്നേരെത്ത് കടലിന്റെ കിഴക്കെ കരയോട് ചേർന്നിരിക്കണം. അവിടെനിന്ന് യോർദ്ദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ ദേശത്തിന്റെ ചുറ്റുമുള്ള അതിരായിരിക്കണം. മോശെ യിസ്രായേൽ മക്കളോട് കല്പിച്ചത്, നിങ്ങൾക്ക് ചീട്ടിട്ട് അവകാശമായി ലഭിക്കുവാനുള്ളതും യഹോവ 9 ഗോത്രങ്ങൾക്ക് കൊടുക്കുവാൻ കല്പിച്ചിട്ടുള്ളതുമായ ദേശം ഇത് തന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവരവരുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിന് അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യെരിഹോവിന് കിഴക്ക് യോർദ്ദാൻ അക്കരെ ആയിരുന്നു. പിന്നെ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, ദേശം നിങ്ങൾക്ക് അവകാശമായി ഭാഗിച്ച് തരേണ്ടവരുടെ പേരുകൾ ഇതാ. പുരോഹിതനായ എലെയാസാരും നൂന്റെ മകനായ യോശുവയും ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെന്നാൽ, യെഹൂദാ ഗോത്രത്തിൽ യെഫുന്നെയുടെ മകൻ കാലേബ്, ശിമെയോൻ ഗോത്രത്തിൽ അമ്മീഹൂദിന്റെ മകൻ ശെമൂവേൽ, ബെന്യാമീൻ ഗോത്രത്തിൽ കിസ്ലോന്റെ മകൻ എലീദാദ്, ദാൻ ഗോത്രത്തിനുള്ള പ്രഭു യൊഗ്ലിയുടെ മകൻ ബുക്കി, യോസഫിന്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിനുള്ള പ്രഭു ഏഫോദിന്റെ മകൻ ഹാനീയേൽ, എഫ്രയീം ഗോത്രത്തിനുള്ള പ്രഭു ശിഫ്താന്റെ മകൻ കെമൂവേൽ, സെബൂലൂൻ ഗോത്രത്തിനുള്ള പ്രഭു പർനാക്കിന്റെ മകൻ എലീസാഫാൻ, യിസ്സാഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസാന്റെ മകൻ പൽത്തിയേൽ, ആശേർ ഗോത്രത്തിനുള്ള പ്രഭു ശെലോമിയുടെ പുത്രൻ അഹീഹൂദ്, നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമ്മീഹൂദിന്റെ മകൻ പെദഹേൽ. യിസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ.